ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ അർച്ചന അടുത്ത ദിവസം ഇതിൽ ഫയൽ ചെയ്യേണ്ട കേസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചിന്നു വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മ ഏതോ ഒരു സീരിയസ് കേസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതെ സീരിയസ് കേസാണെന്ന് തന്നെ പറയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ കേസാണ് അമ്മയെന്ന്. അർച്ചന പറയുന്നുണ്ട്, ഇത് നിന്റെ പ്രായത്തിലുള്ള ഒരു മോളുടെ കേസാണ്. ഇതിനെ പറ്റിയുള്ള മറ്റു ഡീറ്റെയിൽസ് ഞാൻ പിന്നെ നിനക്ക് പറഞ്ഞു തരാമെന്ന് അർച്ചന പറയുന്നുണ്ട്. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ കേസാണ് അമ്മ അച്ഛനിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞത് എന്ന് ചിന്നു ചോദിക്കുമ്പോ അർച്ചന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വിജയ് ശങ്കർ അപ്പോ ഇവളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ടെന്ന്. അച്ഛൻ എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, തട്ടിയെടുത്തതല്ല, നിന്റെ അച്ഛൻ ആ കേസിൽ ഒട്ടും ഫിറ്റ് അല്ലെന്നറിഞ്ഞ് അവരെ എനിക്ക് കൊടുന്നു തന്ന കേസാണിത്. ഇനിയിപ്പോ എന്റെ ജോലിയല്ലേ ഇത്, അതുകൊണ്ട് ഞാൻ ഈ കേസ് ഏറ്റെടുത്തു. അർച്ചന പറയുമ്പോ ചിന്നു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മയോടുള്ള ദേഷ്യം കൂടിയല്ലേ ചെയ്യൂ എന്ന് ചോദിക്കുമ്പോ അച്ഛനെ പറയുന്നുണ്ട്, ഞാനിപ്പോ ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നിന്റെ അച്ഛന് എന്നോട് ദേഷ്യം തന്നെയാണ്. നിന്റെ അച്ഛന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് എനിക്ക് എന്റെ ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ കാലം നിനക്ക് വേണ്ടി ഞാൻ ജീവിച്ചതും അങ്ങനെ തന്നെയല്ലേ എന്ന് അർച്ചന പറയുമ്പോ ശങ്കറിനെ കുറിച്ച് അർച്ചന പറയുന്നത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് രുക്കു വരുന്നത്. എല്ലാം കേട്ട് രുക്കുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. ചിന്നു അപ്പൊ അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മ എനിക്ക് വിശക്കുന്നു, ഇന്നും ഉണ്ടാക്കി തരാറുള്ള പുലാവ് എനിക്ക് ഉണ്ടാക്കി തരുമോ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, തന്നെ ഉണ്ടാക്കി തരാൻ നിനക്കെന്ന് പറഞ്ഞ് അർച്ചന ആ ഡോക്യുമെന്റ്സ് എല്ലാം എടുത്ത് അലമാറയിൽ വെച്ച് ലോക്ക് ചെയ്യാണ്. പിന്നീട് താക്കോലെടുത്ത് തലയണയുടെ അടിയിൽ വെക്കുന്നുണ്ട്. ഇന്നു TV കാണാനും അർച്ചന പുലാവ് ഉണ്ടാക്കാനായി പോവുകയാണ്. ആ സമയത്ത് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്റെ ഏട്ടനെ തകർക്കാനുള്ള കേസല്ലേ ഇത്, അങ്ങനെ അർച്ചന ചേച്ചി വലിയ ആളാവണ്ട എന്ന് പറഞ്ഞ് ആ ഡോക്യുമെന്റ്സ് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. മഞ്ജു അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്താണ് രുക്കു കാര്യമെന്ന്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ചേച്ചിയുടെ സഹായം വേണം എനിക്ക്, എന്റെ ഏട്ടനെ തകർക്കാൻ നോക്കുകയാണ് അർച്ചന ചേച്ചി. അർച്ചന ചേച്ചിക്ക് ഒരു നല്ല പണി കൊടുക്കണം എനിക്ക്, ഇതിനു വേണ്ടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അർച്ചന ചേച്ചി അടുക്കളയിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ചു നേരം മഞ്ജു ചേച്ചി അർച്ചന ചേച്ചിയെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് രുക്കു പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, അർച്ചന ചേച്ചിയെ തകർക്കാനല്ലേ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് മഞ്ജു അടുക്കളയിലേക്ക് പോവുകയാണ്. പിന്നീട് അർച്ചനയുടെ റൂമിൽ കയറി ആ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കുന്നുണ്ടെങ്കിലും രുക്കുവിന് അത് കിട്ടുന്നില്ല. അവസാനം അലമാറ പോയി തുറക്കാൻ നോക്കുകയാണ്, അത് ലോക്കാണ്. പിന്നീട് താക്കോല് തെരഞ്ഞെടുത്ത് രുക്കു അലമാറ തുറന്ന് ആ ഫയലുകൾ എടുക്കുകയാണ്. എടുത്തതിനു ശേഷം രുക്കു പുറത്തേക്ക് പോകുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ അർച്ചനയെ സോപ്പിട്ട് അവിടെ അർച്ചനയെ കുറെ സമയം പിടിച്ചു നിർത്തുകയാണ്. പിന്നീട് രുക്കു വന്നതിനു ശേഷം മഞ്ജു രുക്കുവിനോട് പോയി ചോദിക്കുന്നുണ്ട്, എന്തായി എന്ന് ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എല്ലാം സക്സസ് ആയി എന്ന്. എന്ത് പണിയാണോ ഒപ്പിച്ചതെന്ന് മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, അതിപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ് രുക്കു അവിടെ നിന്നും പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം കോടതിയിലെത്തിയ അർച്ചനയോട് ദീപ്തി ആ ഡോക്യുമെന്റ്സ് എല്ലാം നോക്കിയിട്ട് പറയുന്നുണ്ട്, അച്ഛനെ ഇതിൽ സാക്ഷിമൊഴികളും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും കാണുന്നില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട 3 പ്രധാന തെളിവുകൾ ഇതിലില്ലെന്ന് പറയാണ്. അച്ഛൻ അപ്പൊ ആകെ ഷോക്കാവുന്നുണ്ട്, ഇല്ല അത് ഇതിൽ തന്നെ ഉണ്ടാവും, ഞാൻ ഇന്നലെ എല്ലാം നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചതാണ്, നീ ഒന്നുകൂടി ചെക്ക് ചെയ്യുമെന്ന് പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട്, ഇല്ല അർച്ചനെ ഇതിലില്ല, ആ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ന് നമുക്ക് ആ കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ദീപ്തി പറയുന്നുണ്ട്. അങ്ങനെ ഓഫീസിൽ ആ ഡോക്യുമെന്റ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അച്ഛനെയും ദീപ്തിയും വസുവും കൂടി തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജഗദീഷ് വക്കീലും വിജയ് ശങ്കറും കൂടി വരുന്നത്. വിജയ് ശങ്കർ എന്നിട്ട് പറയുന്നുണ്ട്, ഇന്നലെ ആ പീഡന കേസ് ഫയൽ ചെയ്യാൻ നിങ്ങൾ പോകുന്നത്, തന്നെ അത് ഫയൽ ചെയ്യുന്നുണ്ടോ അതോ വേണ്ടെന്ന് വെച്ചോ, ഓഫീസിൽ നിന്നും തട്ടിയെടുത്ത കേസല്ലേ അത്, ഒരിക്കലും നിനക്ക് ഫയൽ ചെയ്യാനായി കഴിയില്ല. വിജയ് ശങ്കർ പറയുമ്പോ ജഗദീഷ് വക്കീൽ പറയുന്നുണ്ട്, വിജയ് ശങ്കർ സാറിന് പണി കൊടുത്ത് ഒരു വക്കീലിനും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ അച്ഛനെ പറയുന്നുണ്ട്, തനിക്ക് ആ പേടിയുണ്ടാവും, അതുകൊണ്ടാണ് അപ്പുറത്തേക്ക് പോയത്, പേടി എന്തായാലും എനിക്കില്ലെന്ന് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഒരു കേസിന്റെ സുപ്രധാന തെളിവുകളാണ് സാക്ഷിമൊഴികളും അതിന്റെ തെളിവുകളും, ഇല്ലാതെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ ഹർജി ജഡ്ജി ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന് പറയുമ്പോ അർച്ചന ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഈ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് തന്നെ പോവും, ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ ഇന്ന് ആ കേസ് ഫയൽ ചെയ്തിരിക്കുമെന്ന് അർച്ചന തീർത്തു പറയുകയാണ്. എന്നാൽ വിജയ് ശങ്കർ അർച്ചനയ്ക്ക് താക്കീത് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ദീപ്തി അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര കൃത്യമായി ഇതെല്ലാം വിജയ് ശങ്കർ എങ്ങനെ അറിഞ്ഞു, മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, അയാൾ ഇതെല്ലാം എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി, ഇഷ്ടപ്പെട്ട ഡോക്യുമെന്റ്സ് എവിടെ ഉണ്ടാവുമെന്നും എനിക്കറിയാം, എന്തായാലും ആ ഡോക്യുമെന്റ്സ് ഇവിടെ എത്തും, നമ്മൾ ആ കേസ് ഫയൽ ചെയ്തിരിക്കുമെന്ന് അർച്ചന ഉറപ്പ് പറയുകയാണ് ദീപ്തിയോട്. ഈ ദിവസം അർച്ചനയുടെ റൂമിൽ നിന്നും എടുത്ത ഡോക്യുമെന്റ്സ് രുക്കു എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മഞ്ജുവും അപ്പൊ വരുന്നുണ്ട്. രണ്ടുപേരും കൂടി ചേർന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം കത്തിച്ച് കളയുകയാണ്.
എന്നിട്ട് വളരെ സന്തോഷത്തോടെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്റെ ഏട്ടനെ തോൽപ്പിക്കാൻ അർച്ചന ചേച്ചി കുറച്ച് പാടുപെടും, നീ ഒരിക്കലും പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ചേച്ചി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെ ചെയ്തത് എന്തായാലും ശരിയായി, ഇല്ലെങ്കിൽ അനന്തേട്ടൻ അർച്ചന ചേച്ചിയെ പുകഴ്ത്തി പറയുന്നത് കേട്ട് കൺട്രോള് പോയേനെ എന്ന് മഞ്ജു പറയാണ്. ഇവൻസ് എല്ലാം കത്തിച്ചു കഴിഞ്ഞ് അവര് അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഉണ്ണിമോള് വരുന്നത്. ഉണ്ണിമോളെ കണ്ട് മഞ്ജുവും രുക്കും ആകെ പേടിക്കുന്നുണ്ട്. പിന്നീട് മഞ്ജു പോയി ഉണ്ണിമോളോട് പറയുന്നുണ്ട്, എന്താണ് ഇവിടെ, എന്തെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ ഉണ്ണിമോള് ആ കത്തിച്ച പേപ്പേഴ്സ് എല്ലാം നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആ പേപ്പേഴ്സ് എല്ലാം കത്തിച്ചത്, എല്ലാം കണ്ടു എന്ന് പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, മോൾ ഇത് ആരോടും പറയരുത്, പറഞ്ഞാൽ നല്ല അടിവെച്ചു തരുമെന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട്, ഉണ്ണിമോൾ ഇത് ആരോടും പറയില്ല, നിങ്ങൾക്ക് ആന്റി ഐസ്ക്രീം വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോ ഉണ്ണിമോള് പറയാണ്, എനിക്ക് ഐസ്ക്രീം വേണ്ട, ചോക്ലേറ്റ് മതിയെന്ന്. ഈ മോൾക്ക് ഞാൻ ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം, കൂടെ തന്നെ ഒരു ബാർബി ഡോള് വാങ്ങിച്ചു തരാമെന്ന് രുക്കു പറയുമ്പോ ഉണ്ണിമോള് പറയുന്നുണ്ട്, എന്നാ ശരി, ഞാനിത് ആരോടും പറയില്ല എന്ന് കുയിന് വാക്കു കൊടുക്കുകയാണ്. പിന്നീട് ഉണ്ണിമോള് അകത്തേക്ക് പോകുന്നുണ്ട്. ഉണ്ണിമോൾ അത് എല്ലാവരോടും പറയുമെന്ന് മഞ്ജു രുക്കുവിനോട് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ചേച്ചി പേടിക്കണ്ട, ഉണ്ണിമോള് അത് ആരോടും പറയില്ലെന്ന് രുക്കു മഞ്ജുവിന് വാക്കു കൊടുക്കുകയാണ്. സമയം വൈകിട്ടും അർച്ചനയെ കാണാത്തതിൽ ചിന്നു ആകെ പേടിക്കുന്നുണ്ട്. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇതെന്തു പറ്റി, ഇത്ര നേരമായിട്ടും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ചിന്നു അങ്ങനെ നിൽക്കുകയാണ്. മഞ്ജുവും രമ്യയും രുക്കുവും അവിടെ നിൽക്കുന്നുണ്ടാവും. ചിന്നു അപ്പൊ ചോദിക്കുന്നുണ്ട്, ഈ അമ്മ എന്താണ് ഇത്ര നേരമായിട്ട് വരാത്തത്, അമ്മേനെ കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ മഞ്ജു പറയുന്നുണ്ട്, ചിക്കുന്ന കോടതിയിൽ നല്ല പണി കിട്ടിക്കാണും പറയുമ്പോ രുക്കും അത് ഏറ്റുപിടിച്ച് പറയുന്നുണ്ട്, ഉറപ്പായും പണി കിട്ടിക്കാണും, അതിലും തോറ്റ് നാണം കെട്ടായിരിക്കും വരവ് എന്ന് രുക്കു പറയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.